ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു യൂണിഫോം അടിക്കാനുണ്ട്. അപ്പോൾ അതാണ് അടിക്കുന്നത്. അപ്പോൾ ഇതാണ് യൂണിഫോം. ഒരു പാൻറ്റും ഒരു ചുരിദാറും അത്രേ ഉള്ളൂ കേട്ടോ അടിക്കാനുള്ളത്. അപ്പോൾ ഇത് നമുക്ക് അടിക്കണത് എങ്ങനെ നോക്കാം കേട്ടോ. ഇത് രണ്ടാക്കിയിട്ടാണ് മടക്കിയിട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഒരു മടക്കും കൂടി ആക്കണം. 4 ആക്കിയിട്ട് വേണം മടക്കിയിടാൻ കേട്ടോ. അപ്പോൾ ഇവിടെ ഇത് ഇങ്ങനെ 4 ആക്കിയിട്ട് വേണം മടക്കാൻ. അപ്പോൾ ഇതുപോലെ 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട് ഞാനിവിടെ. അപ്പോൾ ഈ ഒരു ഭാഗം വരെ അതിൻ്റെ സ്ലീവ് വെട്ടിയെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ അളവൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ അതിൻ്റെ നെക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അടിഭാഗത്തു നിന്നാണ് കട്ട് ചെയ്തെടുക്കുന്നത്. മേലോടെ നെക്കും അതിൻ്റെ ആം ഹോളൊക്കെ ഓൾറെഡി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നെക്ക് വെട്ടിയെടുക്കുമ്പോൾ ഞാനിവിടെ ചെയ്തിട്ടുള്ളത് 2 നെക്കും കൂടി ഒരുമിച്ച് വെട്ടിയെടുത്തിട്ട് പിന്നെ അതിന് ഫ്രണ്ട് മാത്രം വേറെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനിയുള്ളത് നമുക്ക് അതിൻ്റെ സ്ലീവാണ് വെട്ടിയെടുക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ ബാക്കി തുണിയിൽ നമ്മളതിൻ്റെ കൈ വെട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും തുണിയാണ് ബാക്കി വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് നമുക്ക് ഒരു കൈ വെട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് വരുന്നത് ഒരു 1/4 സ്ലീവാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത്രയും തുണിയോ ബാക്കിയുള്ളൂ. അപ്പോൾ അതിന് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത്രയും വന്നിട്ടുണ്ട് കേട്ടോ. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടീൻ്റെതാണ്. അപ്പോൾ ഇത്രയും സ്ലീവ് മതിയാവും. അപ്പോൾ അടുത്തത് വരുന്നത് അതിൻ്റെ പാൻറ്റാണ് കേട്ടോ ഇനി കട്ട് ചെയ്യാൻ പോണത്. ഫസ്റ്റ് നമ്മളെല്ലതും ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ലാസ്റ്റാണ് കേട്ടോ തയ്ക്കാൻ പോണത്. അപ്പോൾ ഇങ്ങനെ 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. ഇത് നമുക്ക് അളവൊക്കെ വരക്കാം കേട്ടോ. പാൻറ്റ് കട്ട് ചെയ്യാനുള്ള അളവും കാര്യങ്ങളൊക്കെ വരച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് മുകൾ ഭാഗം കട്ട് ചെയ്യണില്ല കേട്ടോ. അവിടെ ഇലാസ്റ്റിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞപ്പോൾ ഇത്രയും പാറ്റേണാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ചുരിദാറിൻ്റെ ബാക്ക് ആൻഡ് ഫ്രണ്ട് പിന്നെ 2 സ്ലീവ് പിന്നെ അതിൻ്റെ ഫാൻറ്റുമാണ് കേട്ടോ. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ നെക്കാണ് ചുരിദാറിൻ്റെ നെക്കാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മളൊരു ക്രോസ് പീസിൽ തുണി വെട്ടിയിട്ട് അതും വെച്ചിട്ട് ഇങ്ങനെ ഇതുപോലെ മടക്കി അടിക്കാൻ കേട്ടോ ചെയ്ത്. എല്ലാ യൂണിഫോമും ഇങ്ങനെ തന്നെയാണ് തയ്ക്കുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ നെക്കൊക്കെ നല്ല ഫിനിഷിങ്ങിൽ അടിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഷോൾഡറാണ് കേട്ടോ ഇവിടെ ജോയിൻ ചെയ്യാനുള്ളത്. ഷോൾഡർ ജോയിൻ ചെയ്തപ്പോൾ ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ബാക്കി നമുക്ക് ചെയ്യാനുള്ളത് ഇനി 2 സ്ലീവും ഇതിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ അതിൻ്റെ 2 സ്ലീവും നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യണം ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇങ്ങനെ ഇട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ സ്ലീവൊക്കെ ജോയിൻ ചെയ്തു ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അളവുണ്ട്. ആ അളവ് വെച്ചിട്ട് നമുക്ക് അതൊക്കെ മാർക്ക് ചെയ്തിട്ട് ഒന്ന് ഷേപ്പാക്കാൻ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ഷേപ്പാക്കി കഴിഞ്ഞാൽ നമ്മൾ ചുരിദാർ ഇവിടെ റെഡിയാവും. ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അടുത്തത് നമ്മളിതാ ഫാൻറ്റാണ് കേട്ടോ തയ്ക്കാൻ പോണത്. ഫാൻറ്റ് അങ്ങനെ നിവർത്തി വെച്ചിട്ട് ഈ 2 സൈഡ് നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അടിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഇതിന് എലാസ്റ്റിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ എലാസ്റ്റിക് 1 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് കേട്ടോ അവിടെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എലാസ്റ്റിക് ഇട്ട് നമ്മൾ ഫാൻറ്റ് റെഡിയാവും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.